നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ആണ്ട് അവസാനിക്കാറായി. 2025 ആണ്ട് ആരംഭിക്കുകയാണ്. മാർച്ച് മാസം 29 തീയതി നമ്മുടെ ഗ്രഹസ്ഥിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിലൊന്നായ ശനിക്ക് രാശിമാറ്റം സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി, ഇതുകൂടാതെ ശനി ദശാകാലം 19 വർഷം, പിന്നെ ഓരോ ദശാകാലത്തിലും ശനിയുടെ അപഹാര സമയങ്ങൾ, ഇങ്ങനെ മിക്ക സമയങ്ങളിലും ശനിയുടെ സ്വാധീനം നമുക്കുണ്ട്. ശനിയെപ്പോലെ കൊടുക്കുന്നവനും കെടുത്തുന്നവനും ഇല്ല എന്നാണ്. ശനിയെ മാത്രമാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, ശനീശ്വരൻ എന്ന് വിളിക്കുന്നത്. ഈ ശനി നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ശുഭനായിട്ടാണെങ്കിൽ നമുക്ക് ഗുണപ്രദമായിട്ടും ദോഷമായിട്ടാണെങ്കിൽ ദോഷകാരിയായിട്ടും വരും. ഏതൊരു ഗ്രഹത്തിന് രാശിമാറ്റം സംഭവിക്കുമ്പോഴും ചില നക്ഷത്രങ്ങൾക്ക് ഗുണവും ചില നക്ഷത്രങ്ങൾക്ക് ദോഷവും സംഭവിക്കും. അപ്പോൾ ശനിയുടെ രാശിമാറ്റത്തിലും ഈ ഗുണദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട്. 7.5 ശനി, അഷ്ടമശനി, കണ്ടകശനി അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് കുറച്ചു പേർക്ക് ഇല്ലാതാകും. മറ്റു ചിലർക്ക് ഈ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അഷ്ടമശനിയും കണ്ടകശനിയും ഉണ്ടായാലും അത് ദോഷകരമായി ബാധിക്കാത്തവർ ആരൊക്കെയാണ്, ഇവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ഒരു ദോഷം എന്ന് പറയാനൊക്കില്ല, കാരണം ഇതൊരു സൂചനയാണ്. ഇവർക്ക് ഈ ദോഷങ്ങൾ സംഭവിക്കുന്നു, അത് കണ്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് ഈ ദോഷങ്ങളെ അകറ്റണം, ഗുണപ്രദമാക്കണം എന്നുള്ള സൂചനയാണിത്. ജാതക സംബന്ധമായ സംശയങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജായിട്ട് മാത്രം ചോദിക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴും ചിലതൊക്കെ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട്. കമൻ്റായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ വോയിസ് മെസ്സേജായിട്ട് മറുപടി പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം വോയിസ് മെസ്സേജ് ആകുമ്പോൾ എനിക്ക് വളരെ വേഗത്തിൽ മറുപടി തരാൻ സാധിക്കും. വാട്സപ്പിൽ മെസ്സേജായിട്ട് മാത്രം ചോദിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എത്രയും വേഗത്തിൽ മറുപടി ഞാൻ നൽകും. എങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ ഏതാനും ദിവസങ്ങളൊക്കെ താമസിച്ചെന്ന് വരാം. ഇത് തികച്ചും സൗജന്യമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജന്മനക്ഷത്രം, ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം, ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങളും എനിക്ക് വാട്സപ്പിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. ഇത് യാതൊരുവിധ പ്രതിഫലവും നിങ്ങൾ നൽകേണ്ടതില്ല. നമ്മുടെ ഇപ്പോഴത്തെ സമയദോഷങ്ങൾ അറിയുവാൻ കവടി പ്രശ്നം നടത്തണമെങ്കിൽ അത് ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത്. കാരണം കവടി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമാണ്, അത് ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത്. നമ്മുടെ തൽക്കാല അവസ്ഥകൾ അറിയുവാനായിട്ടാണ് കവടി പ്രശ്നം ചെയ്യുന്നത്. ജാതകത്തിൽ കൂടി നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഈ മാർച്ച് മാസം 29 തീയതിയാണ് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നത്. സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ശനി വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്കാണ് മാറുന്നത്. തീർച്ചയായിട്ടും ഗുണപരമായ ഒരു മാറ്റം തന്നെയാണത്. കാരണം വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനിരയിലെ ഏറ്റവും ശുഭനായ ഗ്രഹമാണ്. എങ്കിലും ഈ മാറ്റം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ചില ദോഷങ്ങളുണ്ടാകാം. അപ്പോൾ ആ ദോഷങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ. ഇത് കൂറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില നക്ഷത്രങ്ങളെ പൂർണ്ണമായിട്ട് ഇത് ബാധിക്കുകയില്ല. പ്രധാനമായിട്ടും കണ്ടകശനി ബാധിക്കുന്ന കൂർ എന്ന് പറയുന്നത് മിഥുനക്കൂറാണ്. മിഥുനക്കൂർ എന്ന് പറയുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. ഈ മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം നക്ഷത്രം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ. ഈ കൂറുകാർക്കും കണ്ടകശനി ബാധിക്കുന്നുണ്ട്. അതേപോലെ കണ്ടകശനി ബാധിക്കുന്ന മറ്റൊരു കൂറെന്ന് പറയുന്നത് ധനുക്കൂറാണ്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദവും അടങ്ങുന്നതാണ് ധനുക്കൂറ്. ഈ ധനുക്കൂറുകാർക്കും കണ്ടകശനി ബാധിക്കുന്നുണ്ട്. അഷ്ടമശനി ബാധിക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം, ഇവർക്കാണ് അഷ്ടമശനി ബാധിക്കുന്നത്.
ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദക്കാർക്ക് കണ്ടകശനിയുണ്ട്. 1-ാം പാദക്കാർക്ക് അഷ്ടമശനിയും വരുന്നുണ്ട്. അപ്പോൾ ഉത്രം നക്ഷത്രത്തിന് പൂർണ്ണമായിട്ടും കണ്ടകശനിയോ അഷ്ടമശനിയോ സംഭവിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർ മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ, ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം നക്ഷത്രം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ, മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം, മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം, ഇത്രയും നക്ഷത്രങ്ങൾക്കും നക്ഷത്രപാദങ്ങൾക്കുമാണ് കണ്ടകശനിയും അഷ്ടമശനിയും ബാധിക്കുന്നത്. അപ്പോൾ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ ചിലർ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അഷ്ടമശനിയും തൊട്ടതെല്ലാം നഷ്ടം എന്ന് പലരും ധരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ഈ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതെ പോകും. അത് പല പല കാര്യങ്ങളോട് അങ്ങനെ സംഭവിക്കാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി, വ്യാഴത്തിൻ്റെ യോഗം, യോഗകാരകനാകുന്ന ശനി, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് ദോഷങ്ങൾ സംഭവിക്കാതെ പോകാം. പ്രധാനമായിട്ടും ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകക്കാർക്ക്, അതായത് മകരക്കൂറിലോ കുംഭക്കൂറിലോ ശനി നിൽക്കുന്ന ജാതകക്കാർക്ക് ഈ ശനിദോഷം കാര്യമായിട്ട് ബാധിക്കുകയില്ല. അതേപോലെ തന്നെയാണ് ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശിയിൽ നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്കും ഈ ശനിദോഷം ബാധിക്കുകയില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം തുലാമായിട്ടുള്ളവർക്ക് ശനി രാജയോഗ കാരകനാണ്. അവർക്കും ഈ ദോഷം ബാധിക്കുകയില്ല. അപ്പോൾ ഇവർക്ക് ദോഷങ്ങൾ ബാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് വളരെ അനുകൂലമായിട്ട് തന്നെയായിരിക്കും ഭവിക്കുന്നത്. ഈ ദോഷങ്ങൾ ബാധിക്കുന്നവർ തീർച്ചയായിട്ടും ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. ശനിയുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ മന്ദതയാണ്. ശനിയെ നമ്മൾ ഗ്രഹനിലയിൽ മന്ദൻ, എന്നാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ ശനിയുടെ സ്വാധീനം കൂടുതലുണ്ടാകുമ്പോൾ ജീവിതത്തിൽ നമുക്കൊരു മന്ദതയുണ്ടാകാം. നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കേണ്ട പല കാര്യങ്ങളും താമസിക്കാം. അപ്പോൾ ശനിയുടെ സ്വാധീനം കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ശനിപ്രീതികരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ശനിയാഴ്ച ദിവസം മഹാദേവനെ ഭജിക്കുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, ധർമ്മശാസ്താവിനെ ഭജിക്കുക മുതലായവയൊക്കെ നല്ല കാര്യങ്ങളാണ്. ശനീശ്വര നാമങ്ങൾ ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശനിപ്രീതി ഉണ്ടാകും. ദോഷം എന്ന് പറയുമ്പോൾ ഗുണങ്ങൾ ലഭിക്കാതെ ഇരിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ ശനി നമുക്ക് ദോഷം ചെയ്യുന്നു എന്നല്ല, ശനിയിൽ കൂടി നമുക്ക് ലഭിക്കേണ്ട ഗുണങ്ങൾ ലഭിക്കാതെ ഇരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് നമ്മൾ അത് കണ്ടറിഞ്ഞിട്ട് അതിന് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഈ കണ്ടകശനിയുടെയും അഷ്ടമശനിയുടെയും ദോഷങ്ങൾ ഇല്ലാതാവുകയും സൽഫലങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. മറ്റു നക്ഷത്രക്കാർക്ക് പൊതുവിൽ ശനിയെക്കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. ശനിയെക്കൊണ്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. അവർക്ക് വ്യാഴം തന്നെ രാശി മാറുന്നുണ്ട് ഈ 2025. അതേപോലെ രാഹുകേതുക്കൾ മാറുന്നുണ്ട്. അപ്പോൾ അവയുടെയൊക്കെ ഫലങ്ങൾ വ്യത്യാസമാകാം. ശനിയെക്കൊണ്ട് മാത്രം ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ശനി പ്രീതി കൂടിയിട്ട് ഇതിലെ ദോഷങ്ങൾ അകറ്റുവാനും ഗുണങ്ങൾ ഉണ്ടാക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക. തികച്ചും സൗജന്യമായിട്ട് തന്നെ കഴിയുന്നത്ര വേഗത്തിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ്. വാട്സപ്പ് മെസ്സേജിൽ കൂടി മാത്രം ചോദ്യങ്ങൾ ചോദിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീവല്ലഭോ രക്ഷതു.